സുപ്രഭാതം. മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പൂതപ്പാട്ട് എന്നുള്ള കവിതയൊക്കെ നമ്മൾ തുടങ്ങാൻ പോവാണ് അല്ലേ. കഥ മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ? പൂതം ഉണ്ണീനെ പിടിച്ചുകൊണ്ടുപോയതും അമ്മ കണ്ണ് പറിച്ചു വെച്ചും പൂതത്തിനെ പറ്റിച്ചതും പൂതം അമ്മമ്മേനെ പറ്റിച്ചതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ മാം പറഞ്ഞത് എന്താ? പിന്നെ ഉണ്ണിയുടെ ജനനം തൊട്ടിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് ഭാഗമേ പഠിക്കാനുള്ളൂ. അപ്പോൾ എവിടെയാണ് ഉണ്ണി? ആറ്റിൻ വക്കത്താണ്, ഒരു മാളിക വീട്ടിലാണ് ഉണ്ണി ജനിച്ചത് എന്ന് മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആരുടെ മകനായിട്ടാ? നങ്ങേലി എന്ന് പറഞ്ഞ ഒരു അമ്മയുടെ മകനായിട്ടാണ് ഉണ്ണി ജനിച്ചത് അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ല എല്ലാവരും? ചെറിയ കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പം അതിൻ്റെ പകുതി ഭാഗം ഇന്നെടുക്കാം, പകുതി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നോക്കിക്കോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ വലിയൊരു വീടുണ്ടായിരുന്നു. മാളിക വീടെന്ന് പറഞ്ഞാൽ എന്താ? വലിയ വീട്. ആ വീട് എവിടെയാണ് ഉണ്ടായിരുന്നത്? ഒരു പുഴയുടെ വക്കത്ത്, ആറ് എന്ന് പറഞ്ഞാൽ പുഴ. ആ പുഴയുടെ വക്കത്ത് ഒരു മാളിക വീട്ടിൽ ആറ്റു നോറ്റിട്ട് അത്രയാ കാത്തിരുന്നിട്ട് അവസാനം അമ്മയ്ക്കൊരു ഉണ്ണി ഉണ്ടായതാ. ആറ്റു നോറ്റിട്ടൊരു ഉണ്ണി പിറന്നു. ഉണ്ണി പിറന്നപ്പോൾ അമ്മ എന്തൊക്കെയാ ചെയ്തത് നോക്കിക്കോളൂ. ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. അപ്പോൾ കുഞ്ഞു വാവുണ്ടായി. അമ്മയ്ക്ക് എന്താ ഉണ്ണിക്ക് എന്തൊക്കെയോ എന്താ ചെയ്താലും അമ്മയ്ക്ക് മതിയാവണില്ല. എന്തൊക്കെയാ? ഉണ്ണിക്കരയിലേക്കിങ്ങിണി. കുഞ്ഞു കുട്ടികൾ അരയിൽ അരഞ്ഞാണിടും. കിങ്ങിണി എന്ന് പറഞ്ഞാൽ എന്താ? മണി ഉണ്ടാവും, മണി കെട്ടിയിട്ടുള്ള അരഞ്ഞാണ. കിലും ചെറുതായിട്ട് ഇങ്ങനെ കിലുങ്ങും. അപ്പോൾ ആ പൊന്നു കൊണ്ടുള്ള അരഞ്ഞാണം, ഈ മണി കെട്ടിയിട്ടുള്ള ഈ അരഞ്ഞാണം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സ്വർണം കൊണ്ടാണ്. ഉണ്ണിക്കരയിലേക്ക് ഇങ്ങിണി പൊന്നു കൊണ്ട് ഉണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. ആ പണ്ട് കാലത്തൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കാത്തുകുത്തിയായിരുന്നു. അപ്പോൾ ഇത് ആൺകുട്ടിയാണ് നങ്ങേലിക്ക് ഉണ്ടായത് അല്ലേ? ഉണ്ണി ആൺകുട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഉണ്ണിക്ക് കാത് കുത്തിയിട്ട് അമ്മ എന്ത് ചെയ്തു? കാതിൽ കടുക്കൻ ഇടിയിച്ചു. ഈ പുരുഷന്മാരിടുന്നൊരു ചെവിയിലിടുന്ന ഒരു ആഭരണമാണ് കടുക്കൻ എന്നൊക്കെ പറയാം. ഇത് കല്ല് വെച്ച കടുക്കനുണ്ട്, ഇത് സ്റ്റഡ് പോലത്തെയാണ്, വൈരക്കടുക്കൻ. അതുപോലത്തെ അത് അമ്മ ഉണ്ണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരയിലെന്താ? പൊന്നുകൊണ്ടുള്ള ഒരു അരഞ്ഞാണം, കിലുങ്ങുന്ന മണി കെട്ടിയ ഒരു അരഞ്ഞാണാണ്. അതുണ്ട്. കാതിലെ കടുക്കനുണ്ട്, കുടക്കടുക്കനുണ്ട്. പിന്നെന്താ? ഉണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. പിന്നെന്തൊക്കെ കൊടുക്കണേ? പാപ്പ കൊടുക്കുക, പലഹാരങ്ങൾ, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പലഹാരം എന്ന് പറഞ്ഞാൽ പഴം. പാപ്പം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ചോറിന് പറയാം പാപ്പം, പഴത്തിന് പറയാം അപ്പം. ഇതിനൊക്കെ നമ്മൾ പാപ്പ എന്നുള്ള അർത്ഥം പറയാം. ഭക്ഷണം എന്ന് ഉദ്ദേശിക്കണേ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. ഇപ്പം എന്തൊക്കെ കൊടുക്കണേ? പാപ്പ കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ചിപ്പോൾ പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ? കളിക്കാൻ ദേ പാവ വേണം മോനെ എന്നിട്ട് പാവ ദേ കൊടുക്കണു. നങ്ങേലി അമ്മയ്ക്ക് എന്ത് കൊടുത്തിട്ടും മതിയാവണില്ല ഉണ്ണിക്ക്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. ഈ 6 പേരുടെ അർത്ഥം മനസ്സിലായില്ലേ? വളരെ എളുപ്പമല്ലേ? ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള വാക്കുകളൊന്നും ഇതിലില്ല. എന്തൊക്കെയാ? ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെ നങ്ങേലി അമ്മയ്ക്ക് ഒരു ഉണ്ണി പിറന്നു. ആറ്റു നോറ്റിട്ടൊരു ഉണ്ണി പിറന്നു. ഉണ്ണി പറഞ്ഞപ്പോൾ ഉണ്ണിക്ക് എന്തൊക്കെയാ അമ്മ ഉണ്ടാക്കി കൊടുത്തത്? ഉണ്ണിക്ക് അരയിലിടാൻ എന്താ? കിങ്ങിണി, അതായത് മണി കെട്ടിയിട്ടുള്ള ഒരു അരഞ്ഞാണം. പിന്നെ കാതിലെ കടുക്കൻ. പിന്നെന്താ? അത് കഴിഞ്ഞിട്ട് പാപ്പ കൊടുക്കുക, ഭക്ഷണം കൊടുക്കണു. കുറച്ചിപ്പോൾ പാല് കൊടുക്കണു. അതും പോരാണ്ട് കുറച്ചിപ്പോൾ കളിക്കണോ എന്നിട്ട് പാവ കൊടുക്കുക. എന്ത് കൊടുത്തിട്ടും നങ്ങേലിയമ്മയ്ക്ക് മതിയാവണില്ല. അടുത്ത് നോക്കിക്കോളൂ. കാച്ചിയ മോരൊഴിച്ചൊപ്പി പഠിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ? കാച്ചിയ മോരൊഴിച്ചിട്ട് ഉണ്ണിക്കിന് വയറിന് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോര് കാച്ചും. മഞ്ഞൾപ്പൊടിയും കുരുമുളക്, എന്താ പറയുക, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്
അതൊക്കെ ഉണ്ടാക്കി അതിൽ ചോറ് മോര് അതിലൊഴിച്ച് ചോറ് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് പേസ്റ്റ് കുഴമ്പ് പോലെ ആക്കും. കുഞ്ഞു കുട്ടികൾക്ക് പല്ലൊന്നുമില്ലല്ലോ കഴിക്കാൻ. അപ്പം ഇങ്ങനെ കുഴമ്പ് പോലെ ഇങ്ങനെ കുഴച്ചിട്ടാക്കിയിട്ട് ഒക്കെ തുണ്ണീനെ അങ്ങനെ വെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകും. ഉണ്ണിക്ക് ചോറുണ്ണാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാവും. അപ്പോൾ കുഞ്ഞുവാവകളൊക്കെ അങ്ങനെയല്ലേ, കൊടുക്കുമ്പോഴേക്കൊന്നും ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യണത് ഒക്കത്തും ഇങ്ങനെ ഉണ്ണീനെ വെച്ചിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് നോക്കൂ, ഇതൊരു കാക്ക കണ്ടുവോ, എങ്ങനെയാ കാക്ക കറിയാ, കാ എന്നൊക്കെ ആക്കുമ്പോൾ കാ എന്നാക്കുന്ന സമയത്ത് അമ്മമാരെന്ത് ചെയ്യും, വേഗം ചോറ് എടുത്തിട്ട് വയലാണ്ട് വെച്ച് കൊടുക്കും ഇല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അനിയത്തിമാരും അനിയന്മാരൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്യണം കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ. അപ്പോൾ കാക്കയെ പൂച്ച കാക്കയുടെ പാട്ട് പാടി കൊടുക്കും, പൂച്ചയുടെ പാട്ട് പാടിക്കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് രാത്രി ഉച്ചയ്ക്ക് കാക്കേനും പൂച്ചനെയൊക്കെ കാണിച്ചു കൊടുക്കുക. രാത്രിയാകുമ്പോഴോ കാക്കയും പൂച്ചയൊക്കെ ഉണ്ടാവുമോ രാത്രിയാകുമ്പോൾ? ഇല്ല. അപ്പം ആരെ കാണിച്ചു കൊടുക്കാൻ നങ്ങയിൽ? മാനത്തെ നോക്കൂ മോനു, അമ്പിളി മാമനെ കണ്ടോ, അമ്പിളി മാമൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കുട്ടി അമ്പിളി മാമനെ നോക്കിയിരിക്കണ സമയത്ത് അമ്മ എന്ത് ചെയ്യും, വേഗം മാമ എടുത്ത് വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഉണ്ണി അത് അറിയാണ്ട് അങ്ങോട്ട് കഴിക്കും ഇല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. നങ്ങിയിൽ ഇതേപോലെ തന്നെയാണ് ഉണ്ണിക്കും ഭക്ഷണം കൊടുത്തിരുന്നത്, മാമു കൊടുത്തിരുന്നത്. എങ്ങനെയാ, കാച്ചിയ മോരൊഴിച്ച് ഒപ്പി വടിച്ചിട്ട് നന്നായി കുഴച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട്, കാക്കയുടെയും പൂച്ചയുടെയും പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട്, മാനത്തമ്പിളി ചന്ദ്രനെ കാണിച്ച്, അമ്പിളി മാമൻ എന്ന് പറഞ്ഞാൽ എന്താ, ചന്ദ്രൻ അല്ലേ. ആകാശത്ത് ചന്ദ്രനെ കാണിച്ചിട്ടൊക്കെയാണ് മാമു കൊടുക്കുന്നു നങ്ങിയിലി അല്ല. ഇതുവരെ അടുത്ത് മനസ്സിലായോ എല്ലാവർക്കും? ഒന്നും കൂടി വായിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി. ഇതുവരെ മാം എടുക്കണുള്ളൂ കേട്ടോ. ഒന്ന് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പം നോട്ട്സൊക്കെ ശ്രദ്ധിച്ച് എഴുതണേ, തെറ്റുകൂടാതെ എഴുതണം. പിന്നെന്താ, ടെസ്റ്റ് പേപ്പർ എഴുതാനും ശ്രമിക്കണം. ഓക്കെ അല്ലേ, നല്ല കുട്ടികളല്ലേ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.